ജീവനോടുയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനോടുയർത്തവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു ശാന്തമായ ഒരു പ്രഭാതത്തിൽ നിശബ്ദമായി, എല്ലാം നിശബ്ദമായി നിൽക്കുമ്പോൾ ഒരു പട്ടണത്തിൻ്റെ നടുക്ക് കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ഒരു കടയുടെ മുൻഭാഗത്തായി ഒരു കുഞ്ഞ് ഗ്ലാസ് ഇട്ട കടയുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുവഴി കടന്നുപോയ യാത്രക്കാരൻ ആകാംക്ഷയോടെ കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ഗ്ലാസിൻ്റെ അകത്തൂടെ ഉള്ളിലേക്ക് നോക്കുന്നത്? ആ കുഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, ആ ചിത്രം, അതിനകത്തൊരു ചിത്രം ഞാൻ കാണുകയാണ്. ആ ചിത്രത്തിൽ ക്രൂശിൽ കിടക്കുന്നത് യേശുവാണ്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കരയുന്നത് യേശുവിൻ്റെ അമ്മയെന്ന്. യാത്രക്കാരൻ അങ്ങ് നടന്നു പോയപ്പോൾ കുഞ്ഞ് പുറകെ ഓടിച്ചെന്ന് പറഞ്ഞു, അങ്ങളെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശു ഇന്ന് കുരിശിലില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ, യേശു വന്നപ്പോൾ തന്നെ യേശുവിൻ്റെ ജനനത്തിൽ പറഞ്ഞു, സർവ്വജനത്തിനുള്ള മഹാസന്തോഷം, വലിയൊരു സമാധാനം. അവൻ അത്ഭുത മന്ത്രി എന്ന് വിളിക്കപ്പെടും, വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടും, നിത്യപിതാവെന്ന് വിളിക്കപ്പെടും, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയാണ്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഈ വീടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ഏത് വീട്ടിൽ ചെന്നാലും പറയേണ്ടത് എന്താണ്? സമാധാനം. എന്താ ആ സമാധാനത്തിൻ്റെ ആവശ്യകത? ലോകം മുഴുവൻ യേശു ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം അസമാധാനം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമാധാന പ്രഭു ഓരോ ജീവിതത്തിലും വരേണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു ക്രിസ്തു നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്,
നിങ്ങൾക്ക് സമാധാനം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനും പറയാനുള്ളത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, അവരോട് പറഞ്ഞു, കൈയും വിലാപ്പുറവും കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും പറയാണ്, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു അസമാധാനത്തിൻ്റെ കീഴിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം സമാധാനമായി തീരട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശു ക്രിസ്തു വീണ്ടും തോമസിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് തുടർന്ന് പറയുന്നത്. അപ്പം യേശു കർത്താവ് വന്ന സമയത്ത് തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പം തോമസ് പറയുകയാണ്, അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നവൻ പറയുക. 26 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നു. ഏതെങ്കിലും വാതിലുകൾ, നിങ്ങളുടെ മുമ്പിൽ വാതിലടഞ്ഞാണോ ഇരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പിന്നിലും സൈഡുകളിലൊക്കെ വഴികൾ അടഞ്ഞ് നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ യേശു വാതിൽ തുറക്കാതെ അതിൻ്റെ നടുവിൽ വരുന്നു. യേശു തന്നെയാണ് വാതിൽ. ഒരു വിടുതലിന്, രക്ഷയ്ക്ക്, അനുഗ്രഹത്തിന് എല്ലാം പിതാവ് ഒരുക്കിയ ഏക വഴി യേശു ക്രിസ്തുവാണ്. യേശു വാതിൽ അടച്ചിരിക്കുക നടുവിൽ നിന്ന്. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര ആയിക്കോട്ടെ. അതുമാത്രമല്ല, ശിഷ്യന്മാർ ഭയപരവശരായിട്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? യേശുവിന് ശിക്ഷ വിധിച്ച പീലാത്തോസോ ഹെരോദാവോ ഒന്നും മരിച്ചിട്ടില്ല. യേശുവിനെ ക്രൂശിച്ച പടയാളികളുമുണ്ട്, പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെയുണ്ട്. അങ്ങനെ അവരെയൊക്കെ പേടിച്ച്, യേശുവിനിതാ വന്നെങ്കിൽ യേശുവിൻ്റെ കൂടെ നിന്ന് ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകുമെന്ന് ഭയന്ന് പേടിച്ച് വാതിലടച്ചിരുന്നപ്പോഴാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് നേരെ പീലാത്തോസിൻ്റെ അടുത്ത് പോയില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഹെരോദാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായില്ല. തൻ്റെ കൈകളിൽ ആണിയടിച്ച പടയാളികളുടെ അടുത്ത് യേശു ചെന്നില്ല. ആരുടെ അടുത്താണ് യേശു ചെന്നത്? ആവശ്യക്കാരുടെ അടുത്ത്. പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ആ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയയുടെ അടുത്ത് യേശു പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രഭാതത്തിൽ ഒഴിഞ്ഞ കല്ലറയിൽ മദ്ദലക്കാരത്തി മരി ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെന്ന് കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്ന കാണും. അവരോടി ശിമോൻ പത്രോസിന് യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യനെ വിളിക്കുക. അവരോടി ഒന്നും ചെല്ലുകയാണ്. ശിമോൻ പത്രോസ് വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാലോ ശീലകളോടോ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് എന്ന് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീണ്ടും മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് യേശു മറിയയ്ക്ക് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തു തൻ്റെ ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനാകും. അവരോടെല്ലാം കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് സമാധാനം. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊരു അസമാധാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, വലിയൊരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ മറന്നു പോകരുത്. യേശു കൈയും വിലാപ്പുറവും കാണിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. ആ കൈ എന്താണ് പറയുന്നത്? വിലാപ്പുറം എന്താണ് പറയുന്നത്? ഈ കൈയിലെ ആണിപ്പഴുത് അത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഈ മുറിപ്പാടുകൾ നിങ്ങളുടെ വിടുതലിനായി
ഞാൻ ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു രക്തമായി ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സദാ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരാം. നമുക്ക് സമാധാനം അനുഭവിക്കാം. അതേ സമാധാനം നമ്മൾ ചെല്ലുന്ന ഭവനങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ നമുക്കും പകരാം. യേശു പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും ഈ സമാധാനം പറയാം. യെസ്, എന്താണ് സമാധാനം? യേശു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കായി ജീവിക്കുന്നു. ആ സർവ്വജനത്തിനുള്ള വലിയൊരു സന്തോഷവും സമാധാനമാണ് യേശു. സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യെസ്, യേശു എനിക്കായി നിങ്ങൾക്കായി ജീവനെ വെടിഞ്ഞു. യേശു നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പുനരുത്ഥാന ശക്തി, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ പോലും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ജീവനോടുയർത്തവനെ അങ്ങേ ആരാധിച്ചിരുന്നു ഞങ്ങൾ. ജീവൻ്റെ ആധാരമേ അങ്ങേ ആരാധിച്ചിടുന്നിതാ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയാ ഹോശന്ന, ഹല്ലേലൂയാ ഹോശന്ന, ഹല്ലേലൂയാ ഹോശന്ന, ഹല്ലേലൂയാ ഹോശന്ന.